50,000 രൂപ സാലറി ഉണ്ടായിട്ടും മാസം അവസാനിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് തുറക്കുമ്പോൾ ബാലൻസ് 1000 രൂപ പോലുമില്ല. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കൊന്ന് ചിരിക്കണം പോലെ തോന്നിയോ? അല്ലെങ്കിൽ ഇത് എന്റെ ജീവിതം തന്നെയല്ലേ എന്ന് തോന്നിയോ? കേരളയിൽ സാലറി ഇല്ലാത്ത ആളുകൾ കുറവാണ്, പക്ഷേ സേവിങ്സ് ഉള്ള ആളുകൾ വളരെ കുറവാണ്. നിങ്ങൾക്ക് സ്വയം ഇത് കോയിൻസിഡൻസ് പോലെ തോന്നാം, പക്ഷേ ഇതൊരു പാറ്റേൺ ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഡ്വൈസ് അല്ല, ടിപ്സ് അല്ല, റിച്ച് ആകാനുള്ള ഷോർട്ട് കട്ട്സ് അല്ല. ഇത് ഒരു റിയാലിറ്റി ഒബ്സർവേഷൻ വീഡിയോ ആണ്. കേരള മിഡിൽ ക്ലാസ് ഫാമിലിയിൽ സാലറി ഉണ്ടെങ്കിലും സേവിങ്സ് ഇല്ലാതാകുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോൺവെർസേഷൻ. ഇനി നിങ്ങൾ ഒരു സാധാരണ മലയാളി ജീവിതം ഇമാജിൻ ചെയ്യൂ. രാവിലെ ഓഫീസിലേക്ക്, ട്രാഫിക്, സ്ട്രെസ്. പക്ഷേ മാസ തുടക്കത്തിൽ സാലറി ക്രെഡിറ്റ് മെസ്സേജ് വരുന്നു. ആ മെസ്സേജ് കാണുമ്പോൾ കുറച്ച് സെക്കൻഡ് സന്തോഷം തോന്നും. അപ്പോൾ ഈ മാസം എല്ലാം ഓക്കെ ആയിരിക്കും എന്നൊരു ഫീലിംഗ് വരും. പക്ഷേ ആ സന്തോഷം അധികം സമയം നിൽക്കില്ല. EMI മെസ്സേജ് വരും, ക്രെഡിറ്റ് കാർഡ് ഡ്യൂ ഡേറ്റ് റിമൈൻഡർ വരും, മൊബൈൽ ബിൽ, ഇന്റർനെറ്റ് ബിൽ, ഗ്രോസറി എക്സ്പെൻസ്, പെട്രോൾ എക്സ്പെൻസ്, അങ്ങനെ അങ്ങനെ സാലറി വന്നതിന്റെ ഒരു ട്രേസ് പോലും കാണാതെ മണി ബാങ്കിൽ നിന്ന് സ്ലോലി ഡിസപ്പിയർ ചെയ്യും. ഇത് ഒരാളുടെ പ്രോബ്ലം അല്ല, നമ്മൾ പലരും ഇതേ സൈക്കിളിലാണ്. സോ ഇതിൽ നിന്ന് ആദ്യമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? സേവിങ്സ് ഇല്ലാത്തത് സാലറി കുറവായത് കൊണ്ടല്ല, സേവിങ്സ് ഇല്ലാത്തത് ബിഹേവിയർ കൊണ്ടാണ്. സാലറി കൂടുമ്പോൾ എന്താണ് സാധാരണ സംഭവിക്കുന്നത്? ലൈഫ് സ്റ്റൈൽ കൂടും. 40,000 രൂപ സാലറി ആയപ്പോൾ ബൈക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നും. 50,000 രൂപ സാലറി ആയപ്പോയോ ബ്രാൻഡഡ് ക്ലോത്ത്സ്, ബെറ്റർ റെസ്റ്റോറൻറ്റ്സ്, ഔട്ടിങ്ങിന് പോവൽ. ഇത് നാച്ചുറൽ ആണ്, ഹ്യൂമൻ നാച്ചർ ആണ്. പ്രോബ്ലം ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഓട്ടോമാറ്റിക് ആവുന്നതിലാണ്. ഇൻകം കൂടുമ്പോൾ സ്പെൻഡിങ് കോൺഷ്യസ് ആയി കൺട്രോൾ ചെയ്യാതെ പോയാൽ സേവിങ്സ് നാച്ചുറലി സീറോ ആകും. ഇതിന്റെ കൂടെ കേരളയിലുള്ള ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം എന്താണെന്നറിയോ? EMI കൾച്ചർ. കേരളയിൽ EMI ഒരു പ്രോബ്ലം ആയി കാണുന്നില്ല, EMI ഒരു സൊല്യൂഷൻ പോലെയാണ് കാണുന്നത്. ഫോൺ EMI, വെഹിക്കിൾ EMI, ഫർണിച്ചർ EMI, വെഡിങ് EMI, വെക്കേഷൻ EMI പോലും എടുക്കുന്നവരുണ്ട്. EMI എടുക്കുമ്പോൾ മന്ത്ലി ഇത്ര മാത്രമല്ലേ എന്ന് നമ്മളോട് തന്നെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും ടോട്ടൽ പിക്ചർ നോക്കുന്നില്ല. നമ്മുടെ സാലറിയുടെ 40%, 50%, ചിലപ്പോൾ 60% വരെ ഫിക്സ്ഡ് EMI-കളായാണ് പോവൽ. ബാക്കിയുള്ള ക്യാഷിൽ നിന്ന് സേവിങ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇവിടെ ഒരു ട്രൂത്ത് ഉണ്ട്. EMI കൺവീനിയൻസ് അല്ല, കമ്മിറ്റ്മെന്റ് ആണ്. ഫ്യൂച്ചർ സാലറിയെ ആൾറെഡി സ്പെൻഡ് ചെയ്യുന്നതാണ് EMI. കേരളയിൽ EMI നോർമലൈസ് ആയതുകൊണ്ട് ഡെപ്റ്റ് ഫ്രീ ലൈഫ് അബ്നോർമൽ ആയി മാറി. ഇതിന്റെ കൂടെ വരുന്ന മറ്റൊരു സൈലന്റ് കില്ലർ ഉണ്ട്, അതാണ് സോഷ്യൽ പ്രഷർ. വെഡിങ് ഫംഗ്ഷൻസ്, റിലേറ്റീവ്സ് കമ്പാരിസൺ, അവൻ ഇത് വാങ്ങി, അവരുടെ മക്കൾക്ക് ഇത്ര ഗോൾഡ്, ഇതുപോലെ കുറെ നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മൾ മണി ഡിസിഷൻസ് ലോജിക്കൽ അല്ല എടുക്കുന്നത്, ഇമോഷണൽ ആണ് എടുക്കുന്നത്. നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് എനിക്ക് അഫോർഡ് ചെയ്യാമോ എന്നല്ല, ഞാൻ പിന്നിലാകുമോ എന്നതാണ്. സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സേവിങ്സ് സാക്രിഫൈസ് ചെയ്യപ്പെടുന്നു, അതായത് ഫ്യൂച്ചർ സെക്യൂരിറ്റി സാക്രിഫൈസ് ചെയ്യപ്പെടുന്നു. ഇതിന്റെ ഇടയിൽ ഏറ്റവും ഇഗ്നോർഡ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഉണ്ട്, മണി സിസ്റ്റം ഇല്ലായ്മ. അതായത് സാലറി ക്രെഡിറ്റ് ആകുന്നു, സ്പെൻഡ് ചെയ്യുന്നു, നെക്സ്റ്റ് സാലറി വരെ വെയിറ്റ് ചെയ്യുന്നു. നോ ക്ലിയർ സിസ്റ്റം, നോ ക്ലിയർ സെപ്പറേഷൻ. സേവിങ്സ് മാസ അവസാനം എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ചെയ്യുന്നതായി മാറുന്നു. ഇതാണ് നമ്മുടെ സത്യാവസ്ഥ. സേവിങ്സ് എൻഡ് ഓഫ് മന്തിൽ ചെയ്യേണ്ട കാര്യമല്ല. എൻഡ് ഓഫ് മന്തിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ സേവിങ്സ് ഉണ്ടാകൂ എന്ന് കരുതുന്ന സിസ്റ്റം ഫെയിലിയർ ആണ്. മണി സ്പെൻഡ് ചെയ്യുന്നതിനൊരു സിസ്റ്റം ഇല്ലെങ്കിൽ ഇൻകം ഇറലവന്റ് ആണ്. നമ്മുടെ ഇവിടെ മറ്റൊരു ഡേഞ്ചറസ് അസംഷൻ ഉണ്ട്, ഫാൾസ് സെക്യൂരിറ്റി. അതായത് ഗവൺമെന്റ് ജോബ് ആണ്, കമ്പനി സ്റ്റേബിൾ ആണ്, ഇൻക്രിമെന്റ് വരും. പക്ഷേ ജോബ് സെക്യൂരിറ്റി എന്നത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അല്ല. ഒരു മെഡിക്കൽ എമർജൻസി, ഒരു ആക്സിഡന്റ് അഥവാ ജോലി നഷ്ടപ്പെട്ടാൽ സേവിങ്സും ഇല്ലെങ്കിൽ എൻറ്റയർ ലൈഫ് പ്ലാൻ കൊളാപ്സ് ചെയ്യും. ഇത് നിങ്ങളെ പേടിപ്പെടുത്താൻ പറഞ്ഞതല്ല, റിയാലിറ്റി മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. 25,000 രൂപ സാലറി ഉള്ള ഒരാൾ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ 50,000 രൂപ സാലറി ഉള്ള ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളേക്കാൾ സേഫ് ആണ്. നിങ്ങളുടെ റിച്ച്നെസ് സാലറിയിലല്ല, ബിഹേവിയറിലാണ്. മോസ്റ്റ് പീപ്പിൾ ഇൻകം ചേഞ്ച് ചെയ്യും, ബട്ട് ഹാബിറ്റ്സ് നന്നാക്കാൻ ശ്രമിക്കില്ല. ഇൻകം ചേഞ്ച് ചെയ്യുന്നത് ഈസിയാണ്, പക്ഷേ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നത് അൺകംഫർട്ടബിൾ ആണ്. അതുകൊണ്ടാണ് സേവിങ്സും ഉണ്ടാകാത്തത്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ, സാലറി ക്രെഡിറ്റ് ആകുന്ന ദിവസം നിങ്ങൾക്ക് എന്താണ് ഫീലിംഗ്? EMI മെസ്സേജസ് വന്നാൽ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ടോ? സേവിങ്സ് അക്കൗണ്ട് ലാസ്റ്റ് ടൈം ചെക്ക് ചെയ്തത് എപ്പോൾ? സ്വയം ബ്ലെയിം വേണ്ട, ഷെയിം വേണ്ട, അവയർനെസ് ആണ് വേണ്ടത്. ഈ ചാനലിൽ സ്റ്റോക്ക് ടിപ്സ് പറയില്ല, ക്വിക്ക് മണി സ്റ്റോറീസ് പറയില്ല, ഇത് ചെയ്താൽ ഇപ്പോൾ തന്നെ റിച്ച് ആകുമെന്ന് പറയില്ല. മലയാളി ലൈഫിൽ മണി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ലോൺ കൾച്ചർ, EMI ട്രാപ്സ്, മിഡിൽ ക്ലാസ് മിസ്റ്റേക്സ്, ഇൻഷുറൻസ് കൺഫ്യൂഷൻ, ഇവയെ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ചാനൽ. നെക്സ്റ്റ് വീഡിയോയിൽ കേരള മിഡിൽ ക്ലാസ് എപ്പോഴും ഫിനാൻഷ്യലി സ്റ്റക്ക് ആയി തുടരുന്ന കാരണങ്ങൾ ഡീറ്റെയിൽ ആയി സംസാരിക്കാം. ഇത് റിലേറ്റബിൾ ആയി തോന്നിയെങ്കിൽ കമന്റ് ചെയ്യൂ, യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം.